IPL പറ്റി പറയുകയാണെങ്കിൽ ആദ്യവും അവസാനവും പറയാൻ ഒരേ ഒരു പേരേ ഉള്ളൂ, ക്രിസ് ഗെയിൽ. കക്ഷി വീണ്ടും പഴയ പോലെ ബംഗളൂരുവിൽ സിക്സർ അടിച്ച് തകർത്തു. ബൗളർമാരുടെയും ഫീൽഡർമാരുടെയും കഴുത്തുകൾ ഉളുക്കി. പക്ഷേ ഭാഗ്യത്തിന് ഇതുവരെ ആരുടെയും മൂക്ക് തകർന്നിട്ടില്ല. ക്ലബ് എഫ്എമ്മിലെ ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യയിൽ ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട് ദ വൺ ആൻഡ് ഓൺലി ക്രിസ് ഗെയിൽ. Good morning, Chris. Good morning. Very good morning. Happy Vishu Puja. എന്റെ അമ്മേ, അത് കലക്കിട്ട്. ഹാപ്പി വിഷു ടു യു ടു ക്രിസ്. വിഷുവിന് ഞങ്ങൾ സാധാരണ പടക്കങ്ങളാണ് പൊട്ടിക്കാറ്. പക്ഷേ ക്രിസ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് മൊത്തം സിക്സറുകളാണല്ലോ അല്ലെ? Yeah. ക്രിസ്, ആക്ച്വലി താങ്കൾ ബാറ്റിംഗിന് ഇറങ്ങിയാലേ എല്ലാവർക്കും പേടിയാ. സ്റ്റേഡിയത്തിന്റെ മതില് പൊളിയുമോ, കാണികളുടെ മൂക്കിന്റെ പാലം പൊളിയുമോ, യുനോ? I know. അതുകൊണ്ട് ഈ ആക്സിഡന്റ്സ് അവോയ്ഡ് ചെയ്യാൻ I have given some suggestions to the Cricket Association. ഞാൻ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ കാണികൾക്ക് എല്ലാവർക്കും ഓരോ ഹെൽമെറ്റ് കൊടുത്താൽ it will be very good, you know. And സ്റ്റേഡിയത്തിന്റെ മതില് കുറച്ചുകൂടി ഹൈറ്റിൽ കുറച്ചുകൂടി കൂട്ടിയാൽ it will be very good, you know. ഓ, അത് നടന്നത് തന്നെ. ഞാൻ എപ്പോഴും ചോദിക്കണം എന്ന് വിചാരിച്ച ഒരു കാര്യമാണ്, ഈ ക്രിക്കറ്റിൽ വരണതിന് മുമ്പ് ക്രിസ് ഗെയിലിന് എന്തായിരുന്നു പണി? Washing clothes. I wash my family's clothes, my friends' clothes. You have your clothes? Yeah, I will wash it for you too. You mean അലക്കൽ? Oh yes, exactly. Yeah. വെറുതെ ആണോ പുള്ളി ബൗളർമാരെ എടുത്തിട്ട് അലക്കുന്നത്? എനിക്ക് ഭംഗിയായിട്ട് അലക്കാൻ അറിയാം, ഇവൻ ഒട്ടും അറിയില്ല. ഞാൻ പഠിപ്പിക്കാം. വേണ്ട, വില കൂടിയ ഡ്രസ്സാ. അറിയാത്തവൻ ചെയ്താ അതൊക്കെ കീറും. പിന്നെ നീ തന്നെ അലക്കിയാ മതി. It happens only in India is happening on Club FM. Ton കണക്കിന് fun. It happens only in India. ഇന്ത്യയിൽ പലയിടത്തും പൊള്ളുന്ന ചൂട്, കേരളത്തിൽ പലയിടത്തും സൂര്യൻ ഇടയ്ക്കിടയ്ക്ക് പലരെയും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബി കെയർഫുൾ. ചൂട് കൂടുന്നത് പ്രമാണിച്ച് കേരളത്തിൽ 12 മണി മുതൽ 3 വരെ പുറത്ത് ജോലി ചെയ്യുന്നവർക്ക് റെസ്റ്റ് കൊടുക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. മുഖ്യമന്ത്രി വരൾച്ച നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ എല്ലാ ജില്ലയിലും പര്യടനം നടത്താൻ പോകുന്നതൊക്കെ കൊള്ളാം. പക്ഷേ പോകുമ്പോ കയ്യിൽ സൺസ്ക്രീൻ ലോഷനും മിനിമം 5 ബോട്ടിൽ വെള്ളവും കൂടെ കരുതാൻ മറക്കാതിരുന്നാൽ മതി. ഇല്ലേ തിരിച്ചു വരുമ്പോഴേ CM-നെ ഭാര്യ വീട്ടിൽ കയറ്റില്ല. മാഷ് നാഗപട്ടണം പോയിരിക്കുക. സീന്റെ ഇങ്ങനെയായി പോവും. ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ. കേരള CM-നെ പോലെ ഒരു പര്യടനത്തിന് വേണ്ടി നമ്മുടെ പ്രധാനമന്ത്രിജിയും പോയിരുന്നു അങ്ങ് ജർമ്മനിയിലേക്ക്. പക്ഷെ അവിടെ അദ്ദേഹം പങ്കെടുക്കാനിരുന്ന ഒരു പൊതുചടങ്ങിൽ വിളിക്കാതെ അതിഥിയായിട്ട് ഒരു കുറുക്കൻ വന്ന് ചടങ്ങ് കൊളവാക്കി തിരിച്ചുപോയി. പക്ഷെ അപ്പോഴൊരു ചോദ്യം ബാക്കി, ഈ കുറുക്കൻ എന്ത് പറയാനാവും മൻമോഹൻജി പങ്കെടുക്കാനിരുന്ന പരിപാടിയിൽ വന്നത്? It happens only in India. യുവ ഡോക്ടർമാർക്ക് പൊതുവിജ്ഞാനം നഹി എന്ന് റിപ്പോർട്ട്. How many kilometers from Washington DC to Miami Beach? I am the answer. Kilometers and kilometers. In these days of degenerating decencies of Miami Beach to Washington, when diplomacy and duplicity become interchangeable from complicated America to America. ക്ലബ് FM കേൾക്കുന്ന പ്രിയ ഡോക്ടർമാരെ, ഇത് ഞാൻ പറഞ്ഞതല്ല, PSC റിപ്പോർട്ട് വന്നതാണ്. അതും എല്ലാ ഡോക്ടേഴ്സിനെയും പറ്റിയല്ല താനും. ഇപ്പൊ പഠിച്ചിറങ്ങുന്ന ഡോക്ടേഴ്സിനെയാണ് GK വട്ടപൂജ്യമാണെന്ന് PSC കണ്ടെത്തിയിരിക്കുന്നത്. ഇറ്റ് ഹാപ്പൻ ലാസ്റ്റ് വീക്ക് ഇൻ ഇന്ത്യ. കേരളത്തിലെ ആരോഗ്യമന്ത്രി, ഇന്ത്യൻ പ്രസിഡന്റ് എന്നിവരുടെ പേര് ചോദിച്ചിട്ട് പോലും അറിഞ്ഞൂടാന്നുള്ള എന്റെ ഹിന്ദി എന്തുവാണോ എന്തോ എന്ന് പറഞ്ഞെന്നാണ് കേൾവി. ദൈവമേ, ആരോഗ്യമന്ത്രി ആരെന്ന് അറിഞ്ഞില്ലെങ്കിലും വരുന്ന പേഷ്യൻസിന്റെ ആരോഗ്യ പ്രശ്നത്തിന് കറക്റ്റായിട്ട് മരുന്നെഴുതാൻ അറിഞ്ഞാൽ മതിയായിരുന്നു. ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യയിൽ. ഇത് യുവർ RJ പൂജ ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു യുവർ ഫേവറേറ്റ് ക്ലബ് FM. ടൺ കണക്കിന് ഫൺ. It happens only in India. ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യയുടെ ഇന്നത്തെ വർത്തമാനങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുൻപ് ഒരു ചെറിയ റീപ്ലേ നമ്മുടെ ജോബി ദ സൗണ്ട് മാസ്റ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കേൾക്കലാമാ? കേരളം വരൾച്ചയിൽ. അപ്പോഴും MLA-മാർക്ക് കൃഷി വകുപ്പിന്റെയും മന്ത്രിമാരുടെയും വക സമ്മാന മഴ. കോതമംഗലം കോടതിയിലെ മജിസ്ട്രേറ്റിന് അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ടത് കണ്ണടയാണ്. കക്ഷി കണ്ടിട്ട് തിരിച്ചറിയാനിത് ഒരാനയാണ്.
IPL പറ്റി പറയുകയാണെങ്കിൽ ആദ്യവും അവസാനവും പറയാൻ ഒരേ ഒരു പേരേ ഉള്ളൂ, ക്രിസ് ഗെയിൽ. ചൂട് കൂടുന്നത് പ്രമാണിച്ച് കേരളത്തിൽ 12 മണി മുതൽ 3 വരെ പുറത്ത് ജോലി ചെയ്യുന്നവർക്ക് റെസ്റ്റ് കൊടുക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. യുവ ഡോക്ടർമാർക്ക് പൊതുവിജ്ഞാനം നഹി നഹി എന്ന് റിപ്പോർട്ട്. സോ വാർത്തകളുടെ മാലപ്പടക്കങ്ങൾക്ക് ശേഷവും ഇനി വിഷുവിന്റെ പടക്കം പൊട്ടിക്കലുകൾ കണ്ടിന്യൂ ചെയ്തോളൂ. പരന്തു ബി കെയർഫുൾ ആൻഡ് ബി സേഫ്. ഓക്കെ, ക്ലബ് FM കേൾക്കുന്ന എല്ലാവർക്കും വൺ മോർ ടൈം പൂജയുടെയും ക്ലബ് FMലെ എല്ലാവരുടെയും പേരിൽ വിഷു ആശംസകൾ നേർന്നുകൊണ്ട് ഞാനും വീട്ടിൽ പോയി എന്റെ വിഷു കൈനീട്ട കളക്ഷൻ കൂട്ടാൻ നോക്കട്ടെ. ഓക്കെ, ടാറ്റാ.